നമുക്ക് ആ എയ്റോപ്ലെയിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. നാട്ടിലുള്ള ചില ആളുകൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ കാണാൻ പറ്റൂ. അല്ല, നമസ്കാരം. സരസമ്മേ, സുഖം തന്നെയല്ലേ? താരക് മോനോടെ പുറകെ വരുന്നുണ്ട്. എവിടെ? നിങ്ങളുടെ പേരക്കുട്ടിയെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അവൻ എന്റെ പിൻഗാമിയാ, എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി, എന്റെ ചോര. അതെ മുത്തച്ഛ. മോനെ, നിനക്ക് സുഖമല്ലടാ? സുഖം മുത്തച്ഛ. മുത്തച്ഛ, ഒരു മിനിറ്റ്. ഇനി പോവാം. എന്റെ പേരക്കുട്ടിയാ താരക്. ഒരു മിനിറ്റ്, അവിടെ തന്നെ നിൽക്കും. ഞാൻ വരാം. പ്രകൃതിയുടെ ആചാരം, അനാചാര വികൃതി, സദാചാര സംസ്കാരം എന്ന് വെച്ച ജ്യോതിയാകുന്ന വെളിച്ചവും കർപ്പൂരവും ഏറ്റുന്നതാണ് നമ്മുടെ സംസ്കാരം. ഹ്യൂറോസോ? ഇത് ഞാൻ എവിടെ പോയി എക്സ്ചേഞ്ച് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, എത്ര വർഷം കഴിഞ്ഞാ വരുന്നേ? വലത് കാല് വെച്ച് അകത്തേക്ക് വാ. മുത്തശ്ശ, അങ്ങോട്ട് നോക്കി. ഇപ്പോഴല്ലേ എയർപോർട്ട് വെച്ച്? എങ്ങനെയുണ്ട്? ടെക്നോളജിയാ മുത്തശ്ശ. അത് നീ 8 വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോയാ മോനെ. നിന്നെ കണ്ട സന്തോഷത്തില് ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു. ഇത് രവീന്ദ്രൻ, എന്റെ മോന്റെ സ്ഥാനത്ത് നിന്നോണ്ട് എന്റെ ഓഫീസും എന്റെ ബിസിനസ്സും എന്തിനാ ഈ വീട്ടിലെ കാര്യങ്ങളും ഇദ്ദേഹമാണ് നോക്കുന്നത്. വെൽക്കം ഹോം. ഹലോ സർ. ഇതെന്റെ അനിയത്തിയുടെ മോള്. ഇവളെയാണ് നിന്റെ അച്ഛൻ ലക്ഷ്മി, ഈ വീട്ടിലെ മരുമകൾ. നമസ്കാരം. ഞാനിപ്പോ വരാട്ടോ. ബോറടിക്കണ്ട. ഇതാണ് നാഗേന്ദ്രൻ, രവീന്ദ്രൻ അങ്കിളുടെ അനിയൻ. ഇതാണ് അങ്കിളുടെ വൈഫ്, കിച്ചൺ ക്വീൻ. എന്ത് തൊട്ടാലും കൈപുണ്യമായിരിക്കും. നമസ്കാരം. അയ്യോ മോളെ, എന്നെ കിച്ചൺ ക്യൂണെന്ന് പറഞ്ഞ് വർണ്ണിക്കല്ലേ. ചുമ്മാ ആയിരിക്കും ചേച്ചി. പച്ചവെള്ളം പോലെ രുചി കൂട്ടിയെടുക്കുന്ന ആളാണ് പുള്ളിക്കാരത്തി. ഇതാണ് ശരത്, രവീന്ദ്രൻ അങ്കിളുടെ മോൻ. ഇതാണ് ഞങ്ങളുടെ സുന്ദരക്കുട്ടി, ഇദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ ശ്രുതി. ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, പ്രതീക്ഷ. ആലമരത്തിന് വേപ്പ് മരത്തിന്റെ അടിയിലുള്ള ഭഗവാൻ വിഗ്രഹങ്ങൾ പോലെയാണ് ഇവര്. പൊക്കെ ഒരു ഹായ് പറഞ്ഞു. ഹായ് അങ്കിൾ. ഹായ്. അങ്കിളിന് ഒരുപാട് ഹൈറ്റ് ആയി. ഞാൻ ഇങ്ങനെ നോക്കി കഴുത്ത് വേദനിക്കുക. ഇപ്പൊ ഹൈറ്റ് ഓക്കെ ആയില്ലേ?
എല്ലാവരും കഴിഞ്ഞോ? കണ്ണുകൾ കൊണ്ട് ഈ ലോകം മുഴുവനും കാണാമെന്നാണ്, എന്നാൽ അതിന്റെ കൺപീലി ഒരിക്കലും കാണില്ലെന്നാ. എന്ത്? ഞാൻ തന്നെ. ഓ സോറി, പറയ്. എന്റെ പേര് സ്നേഹ. മുത്തശ്ശന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന രാമണ്ണയുടെ മകളാണ് ഞാൻ. രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പറയല്ലേ മോളെ. ചിലപ്പോ ജീവൻ പോണ സമയത്ത് രക്തബന്ധം കാണില്ല നമ്മളെ രക്ഷിക്കാൻ. ഒരു ബന്ധവുമില്ലാത്തവരായിരിക്കും വരിക. അത് രക്തബന്ധത്തെക്കാൾ വലുതാ. ഇവരുടെ കുടുംബക്കാര് മുഴുവൻ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാ. എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാ ഇവളുടെ പഠിത്തം തന്നെ നിർത്തിക്കളഞ്ഞത്. ഗ്രേറ്റ്. ഇവൾക്ക് ഇനിയൊരു പേരുണ്ട്, കടങ്കഥ മാഡം എന്ന്. എന്ത് കാര്യം പറഞ്ഞാലും അതിനു മുമ്പിൽ ഒരു കടങ്കഥ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ആവില്ല അവൾക്ക്. മോനെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഈ ഫോട്ടോയിലുണ്ട്. വേറെ ആളും കൂടെ ഉണ്ട്. കണ്ണ് മീനാക്ഷി, മുഖമോ താമര. സിംഹത്തിന്റെ വയറ് പോലെ വേസ്റ്റാടാ. വേസ്റ്റ് നിങ്ങളാ. ആ എടാ ചക്ക, വേസ്റ്റ് എന്ന് വെച്ച അരക്കെട്ടാടാ, സിംഹത്തിന്റെ അരക്കെട്ട്. എങ്ങനെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കുവാടാ. സ്വന്തമാക്കണം. അതിന് വേണ്ടിയല്ലേ ഞാൻ ഈ ഐഡിയ തരുന്നത്. അതിനല്ലടാ പൊന്നുകുട്ട, ഞാൻ നിനക്ക് 5000 രൂപ അങ്ങോട്ട് തന്നേ. അതിന് ഞാൻ ചുമ്മാ ഇരുന്നില്ലല്ലോ. പട്ടത്തിന് നൂല് വലിച്ചാലേ പട്ടം പോത്തുള്ളൂ. ഇനി അത് പറക്കാതെ അവിടെ തന്നെ കുടുങ്ങിയാലോ? ക്യാഷ് ബാക്ക്. അങ്ങനെ പറയല്ലോടാ ചക്കര. ശരി, എന്നാ പോ. സിംഹത്തിന്റെ അരക്കെട്ട്. കണ്ണാ വീട്, നല്ല ഇടുപ്പ്, പൊട്ടിപ്പോവും. അല്ലെങ്കിൽ അതെ, പൊട്ടിപ്പോവാൻ എന്താ ഇത് മൺകുടാണോ? അല്ലെന്നേ, പാട്ട്. അപ്പൊ ഞാൻ നിനക്ക് ചേരുന്നതാണോടി? ഇല്ലെങ്കി ഈ മൺകുടം പോലത്തെ മുഖം പൊട്ടിക്കാതെ വിടാൻ പറ്റൂ. അപ്പൊ നിന്റെ ഫോൺ നമ്പർ കിട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാൻ. അവസാനം പോണ്ടത് ബെഡ്റൂമിലേക്കല്ലേ? വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. അതെ, കോൾ ചെയ്യാൻ പറഞ്ഞപ്പോ കോളുകളെ പോലെ സംസാരിക്കുന്നു നീ. ഞാൻ നിങ്ങളുടെ ഭാര്യ. ഭാര്യ? അപ്പ ആ ചെക്കന? അവൻ നമ്മുടെ മകൻ അഭിഷേക്. നിന്റെ അച്ഛൻ ആ വീഡിയോ എത്ര വരെ നീ കാണിച്ചു കൊടുത്തു? അച്ഛൻ അമ്മയെ പെണ്ണ് കാണാൻ വന്നില്ലേ, അതുവരെ കാണിച്ചേ. എന്നാ അമ്മയുടെ മുഖം കാണിച്ചില്ല. ഇവന്റെ മുത്തശ്ശന്റെ സ്വന്തക്കാരനാ. പേര് ഉത്തര. കാലത്തെണീക്കുമ്പോ തൊട്ട് ഇവന്റെ മനസ്സിൽ ഒരു കാര്യമേ ഉള്ളൂ, ചോദ്യങ്ങൾ. ഒരു കാർ ആക്സിഡന്റിൽ എല്ലാം മറന്ന ഇവന് അവന്റെ ഓർമ്മ അത്രയും വരെ മാത്രം. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് ഒരു പിടിയില്ലല്ലോ. എവിടെ പോയാലും അവന്റെ ഒരു വീഡിയോ ക്യാമറയുണ്ട്. ഒരു ജീവിതം എന്നാൽ നവരസങ്ങൾ ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവനെ കല്യാണം കഴിപ്പിച്ചു. അതിന് സാക്ഷി ഈ വീഡിയോ ക്യാമറ. ദൈവമേ, എന്നെ മാത്രം കാത്തോളേ. ആരാ ഇത്? അതെ, ഹലോ മാഡം, ആരാ നിങ്ങള്? എന്റെ മുറി കിടന്നുറങ്ങിയിട്ട് ചോദിക്കാനും പറഞ്ഞ ആളില്ലേ ഇവിടെ? എന്റെ കഴുത്തില് താലി കെട്ടിയതിനു ശേഷം പിന്നെ നിങ്ങൾ എങ്ങനെ തനിയെ കിടക്കുന്നേ? 1+1 2 ആയി, 3-നുള്ള വഴിയായി. മൂന്നാമത്തത്. എന്റെ പൊന്നെ, ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ ദമ്പതികളുടെ മകനാണ് അഭിഷേക്. എവിടെയാ ഞാൻ? എന്തിനാണ് ടി വി ഓൺ ചെയ്തേ? സത്യത്തിൽ നിന്റെ ഓർമ്മശക്തി എന്തുമാത്രമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ പ്രക്ഷേപണം ചെയ്യുന്നത്. അയ്യോ, എന്റെ പൊന്നു ചക്കര, ഇങ്ങോട്ട് വാടാ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ കല്യാണം കഴിച്ചത്. ഗ്രേറ്റ്. അയ്യോ, സത്യം പറയുകയാണെങ്കിലേ നല്ല ഓർമ്മയുള്ള ഒരുത്തിനെ കെട്ടിയിരുന്നെങ്കിലേ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നമ്മളെ ടോർച്ചർ ചെയ്യും. എന്ന എന്റെ ഭർത്താവ് അങ്ങനെയല്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ക്ലീൻ സ്ലീറ്റ്. ആ സ്ലേറ്റില് ഞാൻ എഴുതുന്നേ. അറിയാവോ, ഞാൻ എന്റെ അച്ഛന്റെ ലോർഡ് ബ്രഹ്മയാ. ആട്ടെ, ഈ പയ്യനാരാ? ഈ വീട്ടിലത്തെ പേരക്കുട്ടിയാണ്. വാ, മറ്റേ വീഡിയോയില് കണ്ടില്ലല്ലോ. വീഡിയോ നാളെ എല്ലാവരെയും കാണിക്കാം. കുഴപ്പമില്ല മുത്തശ്ശ, ഇങ്ങതാ. ആക്ച്വലി യാത്ര ചെയ്തതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട്. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് പോവല്ലേ? ഹലോ,
ഞങ്ങൾ ഇവിടെ ഉള്ളവരാ. ഇത് ഞങ്ങളുടെ വീടാ. നീയാണ് ഇവിടുത്തെ വിരുന്നുകാരൻ. ഗുഡ് ഗുഡ്. ഇത് ഒരു കൂട്ടുകുടുംബമല്ലേ മോനെ? ഇതൊരു ജോയിന്റ് ഫാമിലിയാണ്. സോറി, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ഞാൻ ഫോൺ ചെയ്യുമ്പോഴൊക്കെ യെസ് മുത്തശ്ശ, നോ മുത്തശ്ശ, അതും ഞാൻ വിളിക്കുമ്പോൾ മാത്രം. ശരി, സാരമില്ല. ഇനി ഇവിടെ നീ ഉണ്ടാവുമല്ലോ, എല്ലാം മനസ്സിലായിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എൻ്റെ പേരക്കുട്ടിയെ നിങ്ങൾ വളർത്തി വലുതാക്കിയില്ലേ, അതിനെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാം. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ? അവിടുന്ന് എത്ര കുടുംബത്തെ രക്ഷപ്പെടുത്തിയതാ. വേണ്ട, നന്ദിയൊന്നും പറയരുത്. മുൻപ് എൻ്റെ ലൈഫ് മറ്റൊരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം വിചിത്രമായി തോന്നുന്നു. എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ട് നീ വലിയൊരു ടിസ്റ്റായി തന്നിരിക്കുന്നേ. ഐ മിസ് യു മീര.